ചെസ് കുട്ടികളുടെ ലൈഫിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ചെസ്സിൽ മെയിനായിട്ട് എല്ലാവരും പറയുക അലേർട്ട്നെസ്, ഫോക്കസ്, കോൺസെൻട്രേഷൻ അങ്ങനെയൊക്കെ. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഞാനിപ്പോൾ അക്കാഡമി ആണെങ്കിലും പറയാം, ഞാൻ ചെസ്സിലെ ചാമ്പ്യൻസിനെക്കാട്ടിലും ആസ് എ പേരൻറ്റ്, ആസ് എ മദർ, ഞാൻ നോക്കുന്ന ചെസ്സ് എങ്ങനെയാണ് ലൈഫ് സ്കില്ലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാമെന്ന്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ചുറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നും പേപ്പറാണെങ്കിലും ന്യൂസ് ആണെങ്കിലും നമ്മൾ കാണുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും പെട്ടെന്ന് ഒരു പ്രശ്നം വന്നു, ആൾക്കാർക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റില്ല, വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പം ചെസ്സ് പഠിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഞാനൊരു പീസ് ഇതേ വെച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒപ്പോണൻറ്റിന് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അതേപോലെ അയാളിപ്പോൾ ആ 5 പോസിബിലിറ്റീസിലും ഒരു പോസിബിലിറ്റി അയാൾ ചെയ്താൽ ഞാൻ എത്ര മൂവ്സ്. അപ്പോൾ നമ്മളതിന് പെർമുട്ടേഷൻ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് മൂവ്സ് നമുക്ക് ഇതിൽ മൂവ് ചെയ്യാതെ തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ലൈഫ് ഡിസിഷൻ എടുക്കാൻ കുറച്ചുകൂടെ എളുപ്പം. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടി ഒരു സിറ്റുവേഷൻ വന്നു, അപ്പം നമ്മൾ അറ്റ സ്ട്രെച്ച് കഴിഞ്ഞു, നമുക്കിനി ഒന്നും ഇല്ലയെന്ന് ഒരിക്കലും ഒരു ചെസ് പ്ലെയർ തിങ്ക് ചെയ്യില്ല. തിങ്ക് ചെയ്യുന്ന പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴേ പറഞ്ഞ പോലെ ഒരു പ്രോവർബ്, വെൻ ഡോർ ക്ലോസസ് 1000 അതർ ഓപ്പൺസ്, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വെദർ വി സീ ഇറ്റ് ഓർ നോട്ട്. അപ്പോൾ എല്ലാവരുടെ മുമ്പിലും ഓപ്ഷൻസ് ഉണ്ടാവും, പക്ഷെ നമ്മളത് കാണുന്നുണ്ടോ? അപ്പോൾ ഒരു ചെസ് പ്ലെയറിനത് കാണാൻ പറ്റും.